നിലവിൽ സാമൂഹികമായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമ്പ്രദായം പെണ്ണുങ്ങൾ ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് പോകാതിരിക്കുന്നതാണ്, ആണ് മാത്രം പള്ളിയിൽ നിൽക്കുന്നതാണ്. ഈ സംവിധാനത്തിൽ തന്നെ പെണ്ണുങ്ങൾ അവരുടെ വീടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ അവർക്ക് നമ്മൾ നടന്ന് വിഷമിച്ചിട്ട് പള്ളിയിൽ ചെല്ലുന്നതിലേറെ പുണ്യം കിട്ടും. അതിനെന്താ നമുക്ക് ചെയ്തോ? അള്ള ആ രൂപത്തില് ആ പാവങ്ങളെ പറിച്ചിട്ടല്ലേ. ഇത് ചിന്തിക്കായിട്ട് നിങ്ങൾക്ക് തലച്ചോറില്ല. നമ്മക്കുള്ള സുഖങ്ങൾ പലതും ആ പെണ്ണുങ്ങൾക്കില്ല. അല്ലാഹു തആല മാസാന്തം ഹൈദ് എന്ന രക്തം കൊണ്ട് നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കാനും സംരക്ഷിക്കാനും വേണ്ടി രാത്രി ഉറക്കമണക്കുന്നത് മുഴുവൻ നമ്മളൊരൊറ്റ രാത്രി എങ്ങാനും ഉറക്കമിളച്ച് വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നമ്മൾ ഉറങ്ങിയ ഉറക്കൊക്കെ എന്തൊരുറക്കാണ് എന്ന് നമ്മൾ വിലപിടിച്ചിട്ട് ആലോചിച്ചിട്ട് നിലവിളിച്ചു പോകും. നമ്മുടെ പെണ്ണുങ്ങളോട് നമുക്ക് വളരെ വലിയ സഹതാപം തോന്നിപ്പോകും. അവർ പറയുന്നത് മുഴുവൻ കേൾക്കുന്ന ആഷ്ടാനുവർത്തികളും അടിമകളുമായി നമ്മൾ മാറിപ്പോകും. അത്രമേൽ നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ മുഴുവൻ വർഷാന്തമോ 2 വർഷത്തിലോ 3 വർഷത്തിലോ സഹിക്കേണ്ട അവർ, ഹൈദുൻ നിഫാസിന്റെയും പ്രസവത്തിന്റെയും മറ്റ് രക്തത്തിന്റെയും വിഷമം സഹിക്കേണ്ട അവർ, നമ്മളെപ്പോലെ ഉടുത്തുരുങ്ങിയാ പോരാ, വളരെയധികം അച്ചടക്കത്തിൽ ഉടുത്തുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ശരീരപ്രകൃതിയിൽ പടച്ചിട്ടുള്ള അവർ, ബനിയനും കുപ്പായവും അഴിച്ചിട്ടിട്ടൊന്നോടാനോ കുട്ടി എവിടെയെങ്കിലും വീണാൽ ആ കുട്ടിയെ വാരിയെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ശരീരവേഷത്തിൽ അങ്ങ് ആടാനോ ചാടാനോ പറ്റാത്ത പരുവത്തിലുള്ള പടച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ. അപ്പെണ്ണുങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോ അല്ലാഹു തആല നാട്ടിൽ മുഴുവൻ തണ്ടി നടന്നിട്ട് പള്ളിയിലെത്തിയാൽ കിട്ടുന്ന കൂലി അവരുടെ വീടിന്റെ അകത്തളത്തിൽ വീതം വെച്ച് നൽകുമ്പോ നമ്മൾക്കെന്തിന് അസൂയ? അതവർക്ക് ഞാൻ നൽകുന്ന അല്ലല്ലേ പറയുന്നത്, അള്ളാന്റെ റസൂലല്ലേ വിവരിക്കുന്നത്. അള്ളാന്റെ റസൂൽ വിവരിച്ച ഈ പുണ്യം പെണ്ണുങ്ങൾക്ക് കിട്ടിയൂടാ. നമ്മളെ വായി അവരും അധ്വാനിക്കണം. അധ്വാനിച്ച് മേടിച്ചട്ടെ പുണ്യോന്നാങ്ങൾ മുട്ടിച്ചുരുട്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കിയിട്ട് വരുന്നേ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതല്ലേ വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്? സത്യം അതാണല്ലോ. ആര് പറഞ്ഞു അള്ളാന്റെ റസൂല് വീട്ടിൽ കൂലി കൊടുക്കും അവർക്ക് എന്ന് പറഞ്ഞൂന്ന്? ഇത് ഞാനും നിങ്ങളും പറയുന്നതല്ല, അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചതും നബിയുടെ മാതൃകയുമാണ്.